എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ വ്യക്തിത്വം. എങ്ങനെ നമ്മുടെ വ്യക്തിത്വം ദിനംപ്രതി മെച്ചപ്പെടുത്താം, കൂടുതൽ ആകർഷകമാക്കാം, ജീവിതത്തിൽ വിജയം നേടാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ മിഴിവുറ്റതാക്കാൻ സാധിക്കും. എന്താണ് സത്യത്തിൽ വ്യക്തിത്വം? നമ്മൾ സാധാരണയായി സംസാരിക്കുമ്പോൾ ഒരാളുടെ പെരുമാറ്റം, സംസാര രീതി, ചിന്താഗതി, മറ്റുള്ളവരുമായി ഇടപഴകുന്ന രീതി, സമീപനം ഇതെല്ലാം ചേർന്നതാണ് വ്യക്തിത്വം എന്ന് പറയാം. നല്ല വ്യക്തിത്വമുള്ള ഒരാൾക്ക് സമൂഹത്തിൽ എപ്പോഴും അംഗീകാരം ലഭിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വ്യക്തിത്വത്തെ പോസിറ്റീവായി മാറ്റിയെടുക്കാൻ സാധിക്കുക? നമുക്ക് ഓരോ കാര്യങ്ങളായി നോക്കാം. ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം സ്വയം അറിയുക എന്നതാണ്. അതായത് സെൽഫ് അവെയർനെസ്. നമ്മൾ ആരാണ്, നമ്മുടെ കഴിവുകൾ എന്താണ്, നമ്മുടെ ദൗർബല്യങ്ങൾ എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, എന്തിലാണ് നമ്മൾക്ക് അഭിമാനം തോന്നുന്നത്, എന്താണ് നമ്മളെ അസ്വസ്ഥരാകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം. സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാകാം. ചിലപ്പോൾ നമ്മൾക്ക് ആരുമായും തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്തവരാകാം. ഈ ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കവയെ മാറ്റിയെടുക്കാൻ സാധിക്കൂ. ഒരു ഡയറി എഴുതുന്നത് അല്ലെങ്കിൽ ദിവസവും കുറച്ച് സമയം സ്വയം സംസാരിക്കാൻ കണ്ടെത്തുന്നത് ഇതിന് സഹായിക്കും. രണ്ടാമതായി പോസിറ്റീവ് മനോഭാവം വളർത്തുക എന്നതാണ്. ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഉണ്ടാകാം. എന്നാൽ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കാൻ ശ്രമിക്കുക. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഒരു അവസരമായി കാണാൻ ശ്രമിക്കുക. നെഗറ്റീവായ ചിന്തകൾ നമ്മളെ താഴേക്ക് വലിക്കും. പോസിറ്റീവായ മനോഭാവം നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലരും ആത്മവിശ്വാസമുള്ളവരുമാക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല ചിന്തകളോടെ ദിവസം ആരംഭിക്കാൻ ശ്രമിക്കുക. നന്ദിയുള്ളവരായിരിക്കുക. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. മൂന്നാമതായി ആത്മവിശ്വാസം വളർത്തുക എന്നതാണ്. ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് ഏത് കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും. ആത്മവിശ്വാസം നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാൻ സാധിക്കും? അതായത് ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾക്ക് എന്ത് കഴിവുണ്ടെന്ന് തിരിച്ചറിയുക. നമ്മൾക്ക് സംസാരിക്കാൻ മടിയുണ്ടെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളിൽ സംസാരിച്ച് തുടങ്ങുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് നന്നായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക. ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്. നമ്മുടെ ശക്തിയും ദൗർബല്യങ്ങളും വ്യത്യസ്തമാണ്. നാലാമതായി ലിസണിംഗ് സ്കിൽ മെച്ചപ്പെടുത്തുക എന്നതാണ്. നല്ല ഒരു വ്യക്തിത്വത്തിന് നല്ലൊരു ശ്രോതാവ് ആകേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കാൻ ശ്രമിക്കുക. അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അവരുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക. നല്ലൊരു ശ്രോതാവാകുന്നത് മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും. പലപ്പോഴും നമ്മൾ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മറുപടി എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അതിനു പകരം അവർ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അഞ്ചാമതായി നല്ല ആശയവിനിമയം നടത്തുക എന്നതാണ്. നമ്മൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വ്യക്തമായും ലളിതമായും മറ്റുള്ളവരോട് പറയാൻ സാധിക്കണം. ശരീരഭാഷ വളരെ പ്രധാനമാണ്. കണ്ണിൽ നോക്കി സംസാരിക്കുക, ചിരിക്കുക, ആംഗ്യങ്ങൾ ഉപയോഗിക്കുക. സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ വ്യക്തത വരുത്തുക. വാക്കുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സംസാരിക്കുക. അനാവശ്യമായ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ആറാമതായി സഹാനുഭൂതി വളർത്തുക എന്നതാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെയും സാഹചര്യങ്ങളെയും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരുടെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളെ നോക്കിക്കാണുക. മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുക. സഹാനുഭൂതിയുള്ള ഒരു വ്യക്തിയെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അത് സാമൂഹിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. ഏഴാമതായി വിനയം കാത്തുസൂക്ഷിക്കുക എന്നതാണ്. എത്ര വലിയ നേട്ടങ്ങൾ കൈവരിച്ചാലും വിനയം അത്യാവശ്യമാണ്. അഹങ്കാരം ഒഴിവാക്കുക. മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിക്കുക. സ്വന്തം കഴിവുകളെക്കുറിച്ച് അമിതമായി സംസാരിക്കുന്നത് ഒഴിവാക്കണം. വിനയമുള്ള ഒരാളെ എല്ലാവരും സ്നേഹിക്കും. തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് സമ്മതിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനും നമ്മൾ തയ്യാറാകണം. എട്ടാമതായി പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അറിവ് നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ സമ്പന്നമാക്കും. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ ഭാഷകൾ പഠിക്കുക, പുതിയ ഹോബികൾ കണ്ടെത്തുക. ലോകത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളെ കൂടുതൽ ആഴമുള്ളവരാക്കും.
പുതിയ അറിവ് നമ്മളുടെ സംസാരത്തിലും ചിന്തകളിലും പ്രതിഫലിക്കും. ഇത് നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. 9ാമതായി രൂപം ശ്രദ്ധിക്കുക എന്നതാണ്, അതായത് പേഴ്സണൽ ഗ്രൂമിംഗ്. നമ്മളെപ്പോഴും വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ശരീര ശുചിത്വം പാലിക്കുക. നമ്മുടെ രൂപം നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്കൊരു ആദ്യ ധാരണ നൽകും. നല്ലൊരു രൂപം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ഇത് അനാവശ്യമായ ആഡംബരങ്ങൾ കാണിക്കണം എന്നല്ല ഈ പറയുന്നത്, മറിച്ച് വൃത്തിയും ആകർഷകവുമായിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. 10ാമതായി ക്ഷമയും സഹിഷ്ണുതയും കൊണ്ടുവരിക എന്നതാണ്. ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകാം. അത്തരം സാഹചര്യങ്ങൾ ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും പെരുമാറാൻ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കുറവുകളെ അംഗീകരിക്കുക. എല്ലാവരും വ്യത്യസ്തരാണ് എന്ന് മനസ്സിലാക്കുക. അനാവശ്യമായി ദേഷ്യപ്പെടൽ ഒഴിവാക്കുക. ശാന്തമായി പ്രതികരിക്കാൻ പഠിച്ചാൽ തന്നെ നമ്മൾ വിജയിച്ചു എന്നാണ് അർത്ഥം. 11ാമത്തെ പോയിന്റ് സമയനിഷ്ഠ പാലിക്കുക എന്നതാണ്. നമ്മൾ എപ്പോഴും കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. മീറ്റിങ്ങുകൾക്കോ മറ്റു പരിപാടികൾക്കോ വൈകിയെത്തുന്നത് മറ്റുള്ളവരുടെ സമയം നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. സമയനിഷ്ഠയുള്ള ഒരാളെ എല്ലാവർക്കും ബഹുമാനമാണ്. ഇത് നമ്മളുടെ ഉത്തരവാദിത്ത ബോധത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ട്. 12ാമത്തെ പോയിന്റ് മറ്റുള്ളവരെ ബഹുമാനിക്കുക. പ്രായഭേദമന്യേ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിക്കുക. അവരുടെ അഭിപ്രായങ്ങളെയും ചിന്തകളെയും മാനിക്കുക. മറ്റുള്ളവരോട് മര്യാദയോടെ പെരുമാറുക. ഇത് നമ്മളുടെ വ്യക്തിത്വത്തെ കൂടുതൽ ആകർഷകമാക്കും. മറ്റൊന്ന് പുഞ്ചിരിക്കാൻ പഠിക്കുക എന്നതാണ്. ഒരു പുഞ്ചിരിക്ക് പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കും. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മളുടെ മുഖത്ത് ഒരു നല്ല ഭാവം നൽകും. നമ്മൾ കൂടുതൽ സൗഹൃദപരമായി പെരുമാറുന്നു എന്ന് അപ്പുറം നിൽക്കുന്ന ആൾക്ക് തോന്നുകയും ചെയ്യും. മറ്റൊന്ന് ശരീരഭാഷയും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരഭാഷ നമ്മളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയും. നേരെ നിൽക്കുക, കൈകൾ കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കുക, കണ്ണിൽ നോക്കി സംസാരിക്കുക. നല്ലൊരു ശരീരഭാഷ നമ്മളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. മറ്റൊന്ന് ഗ്രാറ്റിറ്റ്യൂഡാണ്. ദിവസവും നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവർ ചെയ്ത സഹായങ്ങൾക്ക് നന്ദി പറയാൻ പഠിക്കുക. കൃതജ്ഞതയുള്ള ഒരു വ്യക്തിക്ക് എപ്പോഴും മനസ്സിൽ സന്തോഷമുണ്ടാകും. ഇത് നമ്മളുടെ വ്യക്തിത്വത്തിന് ഒരു പ്രത്യേക തിളക്കം നൽകും. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഓർക്കുക, ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. സ്ഥിരമായ പരിശ്രമവും അർപ്പണബോധവും ആവശ്യമാണ്. ദിവസവും കുറച്ച് സമയം ഈ കാര്യങ്ങൾക്കായി മാറ്റിവെക്കുക. നിങ്ങളുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും വിജയകരവുമാകുമെന്ന് ഉറപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.